ഞാൻ ഒരു ഡാഷ് ക്യാം വാങ്ങി. വണ്ടിയിൽ നേരത്തെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഒരു വയറിങ് ഇവിടെ കാണിച്ചു. അപ്പോൾ അതിന് കണക്ഷൻ ഉണ്ട്, അത് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ഡാഷ് ക്യാം മേടിച്ച് അതിലും കണക്ട് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ വണ്ടി കൂടുതലും നമ്മൾ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. UK സംബന്ധിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഇച്ചിരി ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സാധനമാണ് ഓർഡർ ചെയ്തത്, 4K EY02. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ. C ടൈപ്പ് പിന്നാണ്. പിന്നെ നമ്മുടെ ഒരു AVയുടെ ഇൻപുട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈക്ക് വരുന്നു, ഇവിടെ റീസെറ്റ് വരുന്നു. ഇവിടെ ക്യാമറയ്ക്ക് ഒരു കവറിങ് ഉണ്ട്, നമുക്ക് പറിച്ച് കളയാം. ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഇവിടെ മെമ്മറി കാർഡ്, പവർ ബട്ടൺ മെമ്മറി കാർഡ് 64 GB മെമ്മറി കാർഡാണിത്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വെക്കണം. ഇതിൻ്റെ ബാക്കി വയറിങ് സാധനങ്ങളൊക്കെയാണ്. ഇത് തന്നിരിക്കുന്നത് ഇത് നമ്മുടെ വണ്ടിയുടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വയറ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ്. ഇത് റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്ന വയറിംഗ് ആണ്. ഇതാണ് അതിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ. അപ്പോൾ റിവേഴ്സ് ക്യാമറ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ വരികയില്ല, നമ്മൾ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുറകിലത്തെ ക്യാമറ ഓൺ ആവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വയറിംഗ് ഒന്നും ആവശ്യമില്ല. ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബ്ലൂടൂത്ത് വഴി പുറകിലത്തെ ക്യാമറ ആയിട്ട് ഇത് കണക്റ്റ് ആവും. അത് ഞാൻ പുറകിലത്തെ ക്യാമറ കാണിക്കാം. ഇത് രണ്ടും ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമുക്കത്ര ഈ റിവേഴ്സ് ക്യാമറയുടെ കുഴപ്പമില്ല, നമ്മുടെ കാര്യം നടക്കും. ഇത് വയറിങ് ചെയ്യുന്നതിന് നമ്മൾ ഈ വണ്ടിയുടെ മേളിൽ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ വയറിങ് കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇത് ഡബിൾ സൈഡ് സ്റ്റിക്ക് പശയാണ്, ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും വയർ ഇതിൻ്റെ കൂടെ കയറ്റി വിട്ടിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ക്ലിപ്പുണ്ടല്ലോ, അതിൻ്റെ ഏതാണ്ട് ഒരു പതിപ്പാണിത്. കുഴപ്പമില്ല, ചെയ്ത് നോക്കാം. ഇത് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഒട്ടിച്ചതിൻ്റെ മറുവശത്ത്, അതായത് ഇതിൻ്റെ പുറകുവശത്താണ് നമ്മൾ ക്യാമറ ഒട്ടിക്കാൻ പോകുന്നത്. ഇതിന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണിത്. നമ്മുടെ സാധാരണ മൊബൈലിലൊക്കെ സിം ഊരി എടുക്കുന്നതിനൊരു പിന്ന് കിട്ടുമല്ലോ, ഏതാണ്ട് അതേ ഒരു ടൈപ്പ്. ഇതിൻ്റെ പുറകിലൊരു QR കോഡുണ്ട്. ഈ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിലേക്ക് ഈ ക്യാമറയുടെ വിഷ്വൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ലൈവായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. ഇതിൻ്റെ വയറിങ് എങ്ങനെ പോകണമെന്ന് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് നമുക്കത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ബാക്ക് ക്യാമറ കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുമോ നോക്കാം. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ സോളാറിൻ്റെ ക്യാമറ. ഇതിപ്പോൾ സോളാർ പാനലായിരിക്കുന്നത്. ഇത് ഞാൻ 2 പ്രാവശ്യം ചാർജ് ചെയ്തുള്ളൂ, മേടിച്ചിട്ട് 1 വർഷമായി. കുഴപ്പമില്ല, നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം. കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് ക്യാമറ, ഇത് ഫ്രണ്ട്. കുഴപ്പമില്ല. ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു, സംഭവം അടിപൊളിയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ റിയർ ക്യാമറ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് റിയർ ക്യാമറ. UK പോലുള്ള രാജ്യത്ത് ഡാഷ് ക്യാമിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രം വെച്ചതാണ്. എന്തായാലും എനിവേ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റിവേഴ്സ് ക്യാമറ നേരത്തെ വെച്ചായിരുന്നു. ഇത് സോളാർ ക്യാമറ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ക്രീന്. ഇതിപ്പോൾ ഞാൻ മൊബൈൽ ചാർജർ ക്യാമറയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന വയറിങ്. ഇതിൽ കണക്ഷൻ ഉള്ളതാണ്. ഇതിനൊരു പിന്ന് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണക്ട് ചെയ്യുമ്പോൾ ഈ വൈറ്റ് വയർ നമുക്കങ്ങ് ഒഴിവാക്കാം. UK പോലുള്ള രാജ്യത്ത് നമ്മൾ ഇതുകൂട്ട് വർക്കൊക്കെ പുറത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പൈസയാവും. അതുകൊണ്ട് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഇങ്ങനെ യൂട്യൂബിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത് മേടിക്കുന്നതിൻ്റെ പൈസയും പോകും, പിന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ചാർജ് വേറെ. തന്നെയല്ല, നാട്ടിലെ പോലെയല്ല, ഇവിടെ ഓരോ പരിപാടിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അമ്മാരെ കയ്യാ കാല പിടിച്ച് നോക്കി നിൽക്കണം. അതിനേക്കാളും ഭേദം ഇതുപോലുള്ള ചെറിയ ചെറിയ തക്കുടു വിദ്യകളൊക്കെ അറിയാമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും.